വീഡിയോയുടെ ഒരു ബാക്കി പത്രം പോലെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് ഗാർഡനിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു ക്ലീനിങ്ങിലേക്ക് പരിപാടിയിലേക്ക് പോയിട്ട് പിന്നെ മൊത്തത്തിൽ പ്ലാൻ ചേഞ്ച് ആയി എന്ന് ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയാണിത്. ഒരു ചെറിയൊരു പോർഷൻ ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ബുക്ക് ഷെൽഫാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പോർഷനും കൂടി ഡുങ്കുടു വരണം. സച്ചു ആണെങ്കിൽ സ്വിമ്മിംഗ് ക്ലാസ്സിന് പോയി കേട്ടോ. അപ്പോൾ ഡുങ്കുടു വന്നിട്ട് ബുക്ക് ഷെൽഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മളൊരു മാസത്തിലൊരിക്കലാണെങ്കിലും എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളായിട്ട് ഡീപ്പ് ക്ലീനിലേക്കൊന്നും അങ്ങനെ കടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോരോ പോർഷനായിട്ട് കേട്ടോ. പലപ്പോഴും നമ്മുടെ ചാനലിലുണ്ടല്ലോ അങ്ങനെ ഞാനങ്ങനെ ക്ലീനിങ് വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും, ക്ലീൻ ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കും. പിന്നെ ക്യാമറയുടെ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുക, നമ്മളെ കിട്ടുന്നുണ്ടോ നോക്കുക, ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും കുറേ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പൊതുവേ അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ആയിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. ഇത് ആക്ച്വലി ക്ലീനിങ് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതല്ല. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണെന്ന്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്ത് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇത് വന്നു, വലിയ ലോങ് വീഡിയോ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത്തെ പാർട്ടായിട്ട് എടുത്തേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ ആദ്യം നമ്മുടെ ചെടിയെല്ലാം പുറത്തേക്ക് വെച്ച് അവിടേക്ക് ഒന്ന് ഫുള്ള് നമ്മുടെ സർഫസ് ക്ലീനറൊക്കെ വെച്ച് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. വിൻഡോസ് എല്ലാം വിൻഡോ ക്ലീനർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിനെല്ലാം ശേഷം നമ്മുടെ എല്ലാ ലീഫുകളൊക്കെ ഒന്ന് ഓരോ ലീഫൊക്കെ പറക്കി എടുത്ത് നമ്മൾ മൊത്തം തുടച്ചെടുത്തിട്ടുണ്ട്. നിറച്ചും പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എന്താ പറയുക, സാധാരണ ഉള്ളതിനൊക്കെ കുറച്ചൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പക്ഷെ ഇതൊക്കെ വെച്ചതിന് ശേഷം പിന്നെയും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഓരോരോ ദിവസമായിട്ട് ഓരോരോ ചെറിയ പോർഷൻസ് ഞാനെടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ ഓരോന്ന് ക്ലീൻ ചെയ്തപ്പോൾ ആ പോർഷനൊക്കെ ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെയും മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം ഈ ബുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ബുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്യാൻ ഞാൻ ഓരോരോ തട്ടായിട്ട് ക്ലീൻ ചെയ്ത് അതങ്ങോട്ട് എടുത്ത് മാറ്റി പിന്നെ തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ആ പോർഷനായപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന് മുമ്പ് അടുക്കളയൊക്കെ ഒരു ഇച്ചിരി ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തില്ലേ, അതായത് മൈക്രോവേവ് വെച്ച സ്ഥലത്ത് മിക്സി വെക്കുന്നു, മിക്സി വെച്ച സ്ഥലത്ത് മൈക്രോവേവ് വെക്കുന്നു, എയർ ഫ്രയർ വെക്കുന്നു, അങ്ങനെ മാറ്റി ചെയ്യുമല്ലോ നമ്മൾ, ഒരു ചേഞ്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ മാറ്റം വരുമ്പോൾ ചേഞ്ച് വരുമല്ലോ. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് പറയും, ഇത് നമ്മുടെ യുവരാജിൻ്റെ മിനിയേച്ചറാണ്. ഇത് പണ്ടുണ്ടല്ലോ, അതായത് ചെറുപ്പത്തിൽ എന്ന് തന്നെ പറയാം, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ പറയാം, ഇതെൻ്റെ കസിൻ പപ്പുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന യുവരാജ് സിംഗ് ആണ്. അവനത് ഷോ കേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡുങ്കുടു ഒരു പ്രാവശ്യം നമ്മൾ നാട്ടിലൊക്കെ പോയതിന് ശേഷം ഇത് കണ്ടിട്ട് അവൾ അതിനെ യുവരാജ് എന്നല്ല പറഞ്ഞത്, അവൾ ചെറുതായിരുന്നു കേട്ടോ, അന്ന് പപ്പുമാമയാണ് ഇത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അവളിങ്ങനെ കുറേ നേരം അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പം അവൻ അത് ഇവൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഞങ്ങളുടെ ഷോ കേസിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് എന്തോ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സോഫയെല്ലാം മാറ്റി. ബുക്ക് ഷെൽഫിൻ്റെ മുകളിലത്തെ പോർഷൻ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നില്ല, എങ്കിലും അടിയിലെ പോർഷൻ കണ്ടല്ലോ നല്ല വൃത്തികേടാണ്. അതാണ് ഞാൻ ഇവരെ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം ഇവർ കുറേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അവിടെ, കാരണം അത് കാണൂലല്ലോ, ആ പോർഷൻ കാണൂലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റാൻ കേട്ടോ. കളയാനുള്ളതൊക്കെ ഒന്ന് കളയും, എടുത്ത് വെക്കാനുള്ളത് എടുത്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞല്ലേ കുറച്ച് നാളായിട്ടുണ്ടാവും, ആ പോർഷൻ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഓരോന്നൊക്കെ എഴുതിയും സച്ചുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ കണ്ട് നമുക്ക് ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇടയിലുണ്ടല്ലോ സച്ചു സ്വിമ്മിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പോർഷൻ മുഴുവൻ ബുക്ക് ഷെൽഫിൻ്റെ തട്ടുകൾ ഞാനൊന്ന് സനുവിനെ കൊണ്ടൊന്ന് താഴത്തേക്ക് ഇറക്കിയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ഷോ പീസ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് ക്ലട്ടർ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ. അവിടെ ഒന്ന് വാക്യൂം ഒക്കെ ചെയ്തു. നമ്മുടെ സോഫ തിരിച്ചിടുന്നതിന് മുമ്പ് അവിടുത്തെ പൊടികളൊക്കെ ഒന്ന് തട്ടി ഒക്കെ സെറ്റാക്കി. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത്ര തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്രയും പോർഷൻ ചെയ്ത് കഴിഞ്ഞു. അവിടെ കുറേ വൃത്തികളായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയും കൂടെ അങ്ങ് ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ സച്ചിന് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് അവളെ ഒന്ന് വേഗം പുറപ്പെട്ട് വിടിക്കണം. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്ത് പപ്പടത്തിന് പകരം ഇപ്പോൾ ക്രിസ്പൊക്കെയാണ് എടുത്ത് കഴിക്കുന്നത്. ആ ക്രിസ്പിൻ്റെ ബാക്കി എന്നിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവൾ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയതിന് ശേഷം തുണിയൊക്കെ കഴുകാനിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ രാവിലെ എടുത്തിരിക്കുന്ന പോർഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുമാത്രം വെയിലായിരുന്നു നമുക്ക് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഫുള്ള് കാറ്റായിരുന്നേ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിപ്പോൾ ഇവിടെ ഇടണോ, ഉണങ്ങോ, ഡ്രയറിലേക്ക് മാറ്റണോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. കാരണം കഴുകാനിട്ടപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും കാറ്റ് കൊണ്ട് ഉണങ്ങുകയാണെങ്കിൽ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. സൈക്കിളിന് കവർ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. വെൽക്രോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാറ്റ് നല്ല അടിപൊളി കാറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആ വെൽക്രോ വരെ അഴിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ഗുണം എനിക്ക് ഡുങ്കുടുവിൻ്റെ കവറിന് എനിക്ക് തോന്നിയില്ല. സെയിം കവറാണ്, പക്ഷേ സച്ചുവിൻ്റെ സൈക്കിള് ചെറുതായതുകൊണ്ട് അതിന് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്കിപ്പോൾ ഇതുവരെ തോന്നിയേക്കുന്നത് കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും തുടങ്ങി എന്നാൽ പിന്നെ ഈ ലിവിങ് റൂം മൊത്തം ഒന്ന് സെറ്റാക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്തൊരു പോർഷനിലേക്കും കടന്ന് ആ സോഫയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയൊക്കെ മാറ്റി അവിടുത്തെ പൊടികളും പിന്നെ നമുക്ക് കളഞ്ഞു പോയ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുമല്ലോ ഈ സോഫയിൽ ഇരുന്നിങ്ങനെ പത്താനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതങ്ങനെ അപ്പുറത്തോട്ട് വീഴും പിന്നെ അത് എടുക്കൂല അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ കിട്ടി ഈ ഡമ്പൽ അങ്ങനെ കിട്ടിയതൊന്നുമല്ല ഡമ്പൽ ഞങ്ങൾ സോഫയുടെ അടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡുമുടിന് ഹെൽപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ഇതൊക്കെ പിടിച്ച് പൊക്കി അങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ പിന്നെ ഒരാൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും കുറച്ച് കൂടുതൽ സമയം എടുക്കും പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു കാര്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എടുത്തു വന്നപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തെടുത്ത് വന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കും പിന്നെ ആ പോർഷനും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്യുന്നത് പക്ഷെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പൊടി വരും വീണ്ടും മെസ്സാവും അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലിവിങ് റൂം മൊത്തത്തിലൊന്ന് അടിച്ചു തുറക്കി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് അങ്ങനെ ഇരിക്കണ്ട അതും കൂടി അങ്ങ് കഴിഞ്ഞ് മൊത്തത്തിൽ ആ ലിവിങ് റൂം മൊത്തം സെറ്റപ്പ് ആവും ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് കിച്ചൺ ഓൾറെഡി ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞാൽ ഈ ലിവിങ് റൂം മൊത്തം അങ്ങ് ഫിനിഷ് ചെയ്യാൻ എന്തായാലും ഇപ്പോൾ ഹെൽപ്പും ഉണ്ട് പക്ഷെ ഇത് കാണുമ്പോഴല്ലോ നമുക്ക് വിചാരിക്കും പെട്ടെന്ന് തീർന്നു എന്ന് പക്ഷെ നല്ല അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയിൽ അവരാണെങ്കിൽ ഞാൻ പറഞ്ഞു സച്ചിനും ഡാൻസ് ക്ലാസ് കഴിഞ്ഞു അവർ കടയിലേക്കൊക്കെ പോയിട്ടാണ് തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഡിന്നർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയിൽ ഡുങ്കുടിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഡുങ്കുട് കണ്ടോ അവിടെ നിന്ന് എന്താ ചെയ്യണമെന്ന് അറിയോ അവൾ മെസ്സേജ് അയക്കായിരുന്നു പപ്പയ്ക്ക് കാരണം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് അപ്പോൾ ഇവള് ഉടനെ പപ്പയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് പപ്പ കടയിൽ നിന്ന് കറി മേടിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഫ്രീസറിലെ ചപ്പാത്തി എടുത്തിട്ട് നമുക്ക് ചുട്ട് കഴിഞ്ഞ് പിന്നെ ഹെൽപ്പ് ചെയ്യണ്ടല്ലോ പണി കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ അത് ആക്ച്വലി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനത് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡുങ്കുട് വന്ന് നമുക്കിങ്ങനെ ഒരു കുഞ്ഞ് വാക്യൂം ക്ലീനർ ഞാൻ ടെമൂന്നാണ് മേടിച്ച് വലിയ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയുള്ളൂ പക്ഷേ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഗുണമാണ് കേട്ടോ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് പിന്നെ ആ വിലയ്ക്ക് ഇത്രയൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ അപ്പോൾ അത്രയും ചീപ്പായിട്ടാണ് ഞാൻ മേടിച്ചത് പിന്നെ നമ്മൾ സോഫ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോഫ കവറാണ് നമ്മൾ എന്തായാലും ഇത്ര സ്ഥിതിക്ക് അത് മാത്രമായിട്ട് എന്തിനാ മാറ്റാതിരിക്കുന്നത് അത് കാരണം സോഫ കവർ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുതിയതായിരുന്നു അപ്പം ഇതുപോലൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിറ്റായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് ഒരു 1 വീക്ക് ആയിട്ടുണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രസമായിട്ടുണ്ട് അതങ്ങനെ പുറത്തേക്ക് അങ്ങനെ വരുന്നില്ല എൻ്റെ പഴയ സോഫ കവർ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സൂപ്പറാണ് പഴയ സോഫ കവർ ഇങ്ങനെ താഴത്തെ പോർഷനൊക്കെ ഇങ്ങനെ എന്താ പറയുക തൂങ്ങിക്കിടക്കുമായിരുന്നു പിന്നെ ഈ കെട്ടുന്ന സാധനമല്ലോ അതൊക്കെ കെട്ടാൻ കുറച്ചധികം പാടാണ് കാരണം സോഫയൊക്കെ കമത്തിയിട്ട് നമ്മൾ കെട്ടേണ്ടി വരും അപ്പോൾ അത് കാരണം നമ്മൾ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇടക്കിടക്ക് ആ വള്ളി തൂങ്ങിക്കിടക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ഈ സോഫ കവർ ഇച്ചിരി കൂടി അടിപൊളിയായിരുന്നു പിന്നെ താഴെയാണെങ്കിൽ തൂങ്ങിക്കിടക്കുമല്ല ഫ്ലീറ്റ് ആയിട്ടാണ് താഴത്തെ പോഷൻ വന്നേക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ എനിക്കങ്ങനെ ഇതൊന്ന് നമുക്കൊന്ന് തട്ടിക്കുടയാന്നല്ലാതെ ഇത് ഊരിപ്പോന്നിട്ട് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മറ്റേത് ഇടക്കിടക്ക് എനിക്ക് ഊരി ഒന്നുകൂടി തട്ടിക്കുടഞ്ഞ് ഇടേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ ഇതങ്ങനെ വരാറില്ല ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അതൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുഷൻ കവേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എനിക്കൊരു ചെറിയ ചതി പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുഷൻ കവർ ഓർഡർ ചെയ്തപ്പോൾ 4 ഓർഡർ ചെയ്തുള്ളൂ അതായത് നമ്മുടെ ഒരു സോഫയിൽ വലിയ സോഫയിൽ 4 കുഷൻ കവറും കുഷൻസും ചെറിയ സോഫയിൽ 2 കുഷൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സോഫ കവർ ഓർഡർ ചെയ്തപ്പം എനിക്ക് സോഫ കവറിൻ്റെ കൂടെ 2 കുഷൻ കവറും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ കുഷൻ കവർ ഉണ്ടായിരുന്നില്ല എന്നിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ ഈ സോഫ കവറിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 4 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ എടുക്കാലൊന്നും പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ സോഫ കവറിൽ അത് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ അവിടുത്തെ തുണി മാറ്റിയ പോലെ നമുക്ക് തോന്നുന്നില്ലായിരിക്കും പക്ഷേ ക്ലോത്ത് മാറിയിട്ടുണ്ട് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ സച്ചിത ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കടയിലേക്കും പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കടയിൽ പോയിട്ട് ഞാൻ ഇവരുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവരെന്താ പറയണേ എങ്ങനെയുണ്ട് എന്ന് ഇട്ട് കഴിഞ്ഞിട്ട് കാണുമ്പോഴല്ലേ നമുക്കറിയുന്നത് അപ്പോൾ അങ്ങനെ വന്നിങ്ങനെ കൊള്ളാം നല്ല കണ്ട് അടിയിലത്തെ പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഫ്ലീറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് വൃത്തിയേടില്ല മറ്റേ സോഫ കവർ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇനി വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കണമല്ലോ ക്യാൻഡിൽസിൻ്റെ എനിക്കിപ്പോഴും ക്രേസിലാണ് മണം ലൈറ്റ് ഇതെനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ എവിടെയൊക്കെ മണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല ടൈപ്പ് സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൂട്ടും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഇച്ചിരി ക്രേസ് ഉണ്ട് പിന്നെ ഞാൻ പറയുമ്പോൾ നമ്മുടെ കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി സമയൻ്റെ കൂടെ ഇരുന്ന് കുടിച്ചു പിന്നെയുള്ള വീഡിയോസ് ഞാൻ അധികം എടുത്തില്ല കേട്ടോ കാരണം നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒരു മെസ്സപ്പ് ഉണ്ടാവുമല്ലോ അത് പിന്നെ ഫുള്ള് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഡുങ്കുടുമൊക്കെ കൂടി ഫുള്ള് ക്ലിയർ സച്ചു ഹെൽപ്പ് ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന്
ഫ്രോസൺ ചപ്പാത്തിയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും കത്തി കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 9:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കത്തിയിട്ട്. ഇതൊരു 9:15 എടുത്തായിരിക്കുന്ന വീഡിയോ ആണ്. നമുക്ക് ലൈറ്റ് എന്താ ഇരുട്ട് പെട്ടെന്നാവില്ല, അതുകൊണ്ടാണ് ഇത്തിരിയെങ്കിലും ലൈറ്റ് കാണുന്നത്. ഒരു 10 മണിക്ക് ആവുമ്പോഴാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ട് വരുന്നത്. പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ ഈ സോഫയിൽ ഡുങ്ങൂടും അപ്പുറത്തെ സോഫയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് അവളെ കിട്ടാഞ്ഞത്. നമ്മളൊരു മൂവിയൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് കണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേഗം പോയി നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നല്ല ഫ്രഷ്നെസ് ഫീൽ വരും. അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ സത്യമായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ സാധനങ്ങളൊന്നും റീഅറേഞ്ചും കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് നാട്ടിലെ പോലെയല്ല, ഇവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ റേഡിയേറ്ററൊക്കെ ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഉള്ള ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് ഫീൽ വരും, ഒരു പുതിയൊരു ഫീല്, നമുക്കൊരു നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് നല്ല ഫീലിംഗ് ആയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നമുക്ക് തുടങ്ങാമേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.